കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു നാറി സ്വന്തം അമ്മയെ തലക്കടിച്ച് കൊന്നു. സുബേദ എന്ന് പറഞ്ഞൊരു അമ്മയെ അവൻ വെട്ടുകത്തി എന്തോ ഉപയോഗിച്ച് തലക്കടിച്ച് കൊന്നു. കാര്യം പോലീസുകാർ ചോദിച്ച് പോകാൻ പറഞ്ഞിട്ട് സ്വത്ത് തർക്കോ അങ്ങനെ എന്തോ പറഞ്ഞാണ് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ അത് കേട്ട പോലെ സഹതാപം തോന്നി. ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ അവൻ മീഡിയ ന്യൂസിനോടൊക്കെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അവൻ ജന്മം നൽകിയതിനുള്ള ശിക്ഷ നൽകിയതാണ്. സത്യം പറഞ്ഞാൽ അവനോട് പറയാനുള്ളതെന്ന് പറയുന്നത്, ഒരുപക്ഷെ അവരന്ന് നിന്നെ വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ചിലപ്പോൾ ജീവിതം ഉണ്ടായേനെ. ആ ജീവിതമാണ് നീ ഇന്ന് ഇല്ലാതാക്കിയത്. നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടുവെക്കാം. കോഴിക്കോട് താമരശ്ശേരിയിൽ മാതാവ് സുബൈദയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് പണം നൽകാത്തതിലുള്ള വൈരാഗ്യം കാരണമെന്ന് പോലീസ്. സ്വത്ത് വിൽപ്പന നടത്താൻ വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് കാരണം. ഇയാൾ മുൻപ് 2 തവണ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നെന്ന് പോലീസ് അറിയിച്ചു. പറഞ്ഞ അവരുടെ അടുത്ത് അവൻ സ്വത്തിന്റെ പേരും പറഞ്ഞാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ലിറ്ററലി എന്താണ് നടക്കണതെന്ന് എനിക്ക് പോലും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. കാരണം ഈ മെനഞ്ഞാന്നാണ് വേറൊരുത്തർ ഇതേപോലെ വീട്ടിൽ കയറി 4 പേരെ കൊലപ്പെടുത്തിയത്. എന്നിട്ട് അവൻ ഭയങ്കര ആവേശത്തോട് പറയണേ 4 പേരെ കൊന്നിട്ട് വന്നിട്ടുണ്ട് സാറെന്ന്. ഇതൊക്കെ ഇവന് പറയാനുള്ള പ്രചോദനം എവിടെയെന്ന് അറിയാമോ? അതായത് നമ്മുടെ നിയമവ്യവസ്ഥയെ കൃത്യമായിട്ട് അറിയാം, എവിടെയാണ് എങ്ങനെയാണെന്നുള്ള. അകത്ത് പോയാലും ഇത്ര നാൾ ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഇത് എത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതായിരിക്കാം അവന്മാരുടെ ചിന്ത. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധമില്ല. കാരണം ഈ പറഞ്ഞ കേസിൽ പോലും ഈ ആഷിഖ് പറഞ്ഞവന് ലഹരിക്ക് അടിമയായിരുന്നു. അവൻ പലതവണ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞ് പൈസ ഇല്ലാതിരിക്കുമ്പോഴും അല്ലെ അവന് സ്വത്തിൻ്റെ പേരുള്ള പ്രശ്നങ്ങൾ, അല്ല അവൻ്റെ അമ്മ പലതവണ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ട്. എന്നിട്ടും അവൻ ശരിയായിട്ടില്ല. വൺസ് ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് കയറുക എന്ന് പറഞ്ഞാൽ അവനവൻ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇവനൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ തീരും. പക്ഷെ ഇന്ന് അവൻ്റെ ആയുധം എടുത്ത് സ്വന്തം അമ്മയുടെ നേർക്കായിരുന്നു. അവർ കഷ്ടപ്പെട്ടും അതെടുത്തും അവരെ ഉണ്ടാക്കിയെടുത്തതിലൊക്കെ തന്നെ ഇവ ഇന്ന് ഇത്ര കാലം ജീവിച്ചതും. പക്ഷെ അതുപോലും ചിന്തിക്കാതെ ഇന്ന് അവരുടെ ജീവിതം അവ ഇല്ലാതാക്കുമ്പം ലിറ്ററലി അത് കാണുമ്പോഴും വിഷമം തോന്നുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് ഞാൻ കാണുന്നത് ഇവനെ കരഞ്ഞുപോയി. കാരണം അവരിത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവനെ വളർത്തിയതും ഇവരെത്തിയതും. എന്നിട്ട് അവൻ്റെ ഡയലോഗ് കേട്ടാണ്ടല്ലോ, കൈ വെക്കാത്തവൻ അവനെ വെച്ചു. കാരണം അവന് ജന്മം നൽകിയതിനെ തെറ്റാണെന്നാണ്. അത് ശരിയാണ്, അവരെന്നാ ജന്മം നൽകിയതിനെ തെറ്റാണ്. അത് അവരെ തെറ്റ് പറയാനേ പറ്റുള്ളൂ. കാരണം സ്വന്തം മക്കളെ ഇപ്പം ഏത് അമ്മയായിരുന്നാലും സ്വന്തം മോനെ ഏത് നല്ല രീതിയിൽ അപ്പം എത്ര പറഞ്ഞാലും, ഒരുപക്ഷെ അവ എത്ര ചീത്ത വിളിച്ചാലും അടിച്ചാലും അവരൊരിക്കലും അവനെ തള്ളി പറയൂല. ഏതൊരമ്മമാർക്കും ആ മക്കളെന്ന് പറഞ്ഞാൽ ഏറ്റവും അവർക്ക് ഗിഫ്റ്റഡ് ആയിരിക്കും. അവരൊരിക്കലും അവനെ തള്ളി പറഞ്ഞില്ല. അവൻ്റെ എത്ര കുറവുകളുണ്ടായിരുന്നാലും അവരെ നികത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. അതിനാണ് അവൻ കൊടുത്ത സമ്മാനമായിരുന്നു ഇന്ന്. പക്ഷെ അതിൽ എനിക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലും ഏകദേശം ഒരു സ്ഥലത്തായിരുന്നാൽ പോലും ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ വളരാൻ സമ്മതിക്കില്ല. ചെറിയ രീതിയിലെങ്കിലും ഇവനൊക്കെ വളർന്ന് തുടർന്ന് ഇറങ്ങിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതും നമുക്ക് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊന്നും പറയാൻ പറ്റൂല. കാരണം ഒരു സ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനുണ്ട്, ഒരു കൂട്ടമുണ്ട്, ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ അവനെ 10 പറഞ്ഞാൽ നാളെ അവൻ്റെ കുടുംബം വെള്ളത്തിലായി പോലെ അവൻ്റെ കുടുംബം ഇല്ലാതായി പോകുന്ന അവനുള്ളത് കൊണ്ടാണ് പലരും ഇതിനു വേണ്ടി ഇറങ്ങാത്തത്. കാരണം ഇന്ന് മൊഴി പറയാനോ അല്ലെ ഇവ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് പറഞ്ഞുതരാം, നാളെ ഇവൻ വെളിയിറങ്ങുമ്പോൾ നാളെ എന്തെങ്കിലും ചെയ്യും, എനിക്ക് സമൂഹത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂല എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ആർക്കും ഇറങ്ങിയൊന്നും പറയാൻ പറ്റൂല. പലരും അത് വിചാരിച്ച് വീട്ടിൽ കയറിയിരിക്കുന്നവരാണ്. ഒരു ന്യൂസ് ചാനൽ ഒരു കാര്യം കാണുമ്പോൾ വെളിയിറങ്ങി സമൂഹത്തോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ അതിനെ ആക്ട് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് സമ്മതിക്കൂല. നമ്മുടെ മൈൻഡ് വിചാരിക്കും നാളെ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് എനിക്ക് തിരിച്ച് വരൂലേ എന്ന്. ഇന്ന് ഇവന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നാളെ അവൻ ഇറങ്ങിയിട്ട് ഇന്ന് എനിക്ക് പറഞ്ഞ നീയൊക്കെയല്ല പറയുന്നത്, നാളെ ഇവൻ കത്തിയെടുത്ത് കുത്തി ഇവന് നല്ല ജീവിതങ്ങളില്ല. അവൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ അവന് വേറെ ആഗ്രഹങ്ങളില്ല ജീവിതത്തിൽ, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പലരും ഇതിനു വേണ്ടി ഇറങ്ങാനും ഒക്കെ വിസമ്മതിക്കും. അല്ലെങ്കിൽ ഇപ്പം ചിലവർക്ക് ഇരുന്ന് പറയാൻ നിനക്ക് പോയി ചോദിച്ചൂടെ, നാട്ടുകാർക്ക് പോയി, ഈ നാട്ടുകാർക്ക് ചോദിക്കാം. പക്ഷെ ചോദിക്കുന്നവർക്കും ഒരു പേടിയായിരിക്കും, എൻ്റെ സമൂഹം ഇങ്ങനെയാണ്, ഞാൻ നാളെ ഇറങ്ങി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ വെളിയിറങ്ങുമ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ മക്കള് റോഡിൽ ഇറങ്ങണവരുണ്ട്, അവർക്ക് ആ ജീവിതം ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനത്തെ സൊസൈറ്റിയായി മാറി തുടങ്ങി നമ്മുടെതെല്ലാം. കാരണം ആർക്കും നിയമത്തിനെ പേടിയില്ല, പോലീസുകാരെ പേടിയില്ല, ഒന്നിനെയും പേടിയില്ല, ആ നിയമവ്യവസ്ഥയെ പേടിയില്ല. അത് പേടിയില്ലാത്തതെന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിലോട് ചെന്ന്, കാരണം ആ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കൂല. കാരണം വൺസ് ഇത്രയല്ലേ ഉള്ളൂ സംഭവം, ഒന്നകത്ത് പോയി കിടക്കണം, കുറച്ച് നാളെ വെളിയിറങ്ങാം, വെളിയിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തിരിച്ചു പോകും, അതുപോലെ പോവും, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ചിന്താഗതി വരുമ്പം ആരും മുദ്രയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കണവന്മാർ പകരം ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നാളെ നിനക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. ഈ ലഹരി ഇതൊക്കെ വിട്ടുപോകണ ഒരു സമയം കാണും. ഇത് ഉള്ളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നാളെ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ജീവിതം ഉണ്ടാവില്ല. ഇന്ന് അതിൻ്റെ ആവേശപ്പുറത്ത് പലതും കാണിക്കും നമ്മൾ. ചിലപ്പോൾ ആ വഴികളെ പിടിച്ചടിക്കാം, എന്ത് വേണോ ചെയ്യാം. ഈ പറഞ്ഞവൻ്റെ കേസായിരുന്നാലും ഇവൻ്റെ അമ്മയ്ക്ക് ചിലപ്പം അവൻ ചെയ്തത് ബോധപൂർവ്വം അവന് ലഹരിയുടെ ഉള്ളിൽ നിന്നായിരിക്കും. പക്ഷെ പലതവണ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല നിനക്ക് അവർക്ക് ഒരു വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയായിരുന്നു. അതുപോലും ചെയ്യാതെ അവരത്തെ ക്രൂരമായിട്ട് അമ്മ എന്ത് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, എന്ത് കഷ്ടപ്പെട്ടാണ് ഇത്രയും കാലം നിന്നെ വളർത്തിയതൊന്നും മനസ്സിലാക്കാതെ അവരോട് ഈ കാണിച്ച ക്രൂരത ഉണ്ടല്ലോ, അവരുടെ ആഗ്രഹങ്ങളില്ലാതാക്കിയ.
ഈ ക്രൂരതയുടെ സത്യം പറഞ്ഞാൽ ഒരിക്കലും നിയമവ്യവസ്ഥയായിരുന്നാലും അതിൽ നിന്ന് നിനക്ക് കിട്ടേണ്ടത് ജീവിതത്തിൽ നീ ആഗ്രഹിച്ചത് എന്നെങ്കിലും ഒരിക്കൽ ഇതിലൂടെ തന്നെ നിനക്ക് ജീവിതത്തിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തായാലും കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അധികം കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ട് ദയവേത് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നം നടന്നാലും എടുത്താലും പലരും പേടിക്കുന്ന അവസ്ഥയുണ്ട്. കാരണം ഇത് ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് എനിക്ക് തിരിച്ചു വരുമോ, അല്ലെ ഇവ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ തിരിച്ച് നാളെ ഇറങ്ങി ചെയ്യുമോ എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയാൽ ഒരിക്കലും ഒരിടത്തും ഈ ക്യാമറയും പിടിച്ച് നമ്മൾ ഈ എടുത്തുകൊണ്ടിരുന്ന വിഷ്വൽ എടുക്കാൻ പോകണില്ലേ, ആ വിഷ്വൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊന്ന് പ്രവർത്തിച്ചെങ്കിൽ ഒന്ന് കൈതട്ടി മാറ്റിയെങ്കിൽ അല്ലെ അവനൊരു അടി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ അറിയുന്ന ഒരു സ്ഥലത്തായിരുന്നാൽ പോലും നമുക്ക് അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഏതൊരു ക്രൈം നടന്നാലും അത് മാറ്റി നിർത്താൻ പറ്റും. നമ്മളെല്ലാവരും പേടിച്ച് മാറി നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ പോലും നമ്മളാരും ആക്ട് ചെയ്യൂല. പകരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അതിൽ നമ്മൾ പേടി മാറി തിരിച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നാളെ പ്രശ്നം ഉണ്ടാകുമ്പോഴേ നമ്മൾ ചിന്തിക്കും അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിലെന്ന്. എല്ലാവർക്കും അങ്ങനെ തോന്നും. അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ ഇറങ്ങി ചെയ്യണം. ചില പ്രവർത്തികൾ നമ്മൾ കാണുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിലും സൊസൈറ്റി ജീവിക്കാൻ പറ്റുള്ളൂ. ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും എങ്കിലേ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ശ്രമിക്കുക എന്നുള്ളതാണ്.